ഇനി ഗവൺമെന്റാണ് തുടർ നിലപാടുകൾ സ്വീകരിക്കേണ്ടതെന്നുള്ളതും ശ്രീ അൻവർ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞു? എന്ന് പറഞ്ഞു. അത് നേരത്തെ അദ്ദേഹം ഉന്നയിച്ചില്ലേ? അല്ല, അദ്ദേഹത്തിന്റെ പരാതിയിൽ ഈ പ്രശ്നം ഉൾപ്പെടെയുണ്ട്. ആ പ്രശ്നം ഉൾപ്പെടെയാണ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. അതെന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ള പ്രശ്നമുണ്ടെങ്കിൽ കർശനമാണ്. ഒരിക്കലും CPIM ഇതുപോലെ ഏതെങ്കിലും തരത്തിൽ കുറ്റം ചെയ്യുന്ന ഒരാളെയും സംരക്ഷിക്കുന്ന നിലപാട് ഇന്നുവരെ സ്വീകരിച്ചിട്ടില്ല. അത് കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാ വിവിധ സംഭവങ്ങളിൽ അത് ബോധ്യമാകുന്ന കാര്യമാണ്. കേരളത്തിലെ CPIMന്റെ വലിയ പങ്കാളി നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ്റാണുള്ളത്. ആ ഗവൺമെൻറ്റിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി CPIMന്റെ PB അംഗമാണ്. ആ നിലയിൽ പാർട്ടിയുടെ നിലപാടിനനുസരിച്ച് തന്നെ ഈ ഉത്തരവാദിത്വം നിറവേറ്റും. മുഖ്യമന്ത്രി തന്നെ നേരത്തെ തന്നെ ഈ നിലപാട്, ഗവൺമെൻറ്റിൻ്റെ നിലപാട് എന്തെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു ആശങ്കയും പ്രകടിപ്പിക്കേണ്ടുന്ന കാര്യമില്ല. ആരാണോ കുറ്റം ചെയ്യുന്നത് ആ കുറ്റം ചെയ്യുന്ന ആളെ കണ്ടെത്തി ശിക്ഷിക്കുക എന്നുള്ള നിലപാട് തന്നെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അത് വരട്ടെ. അല്ല, അത് പത്രത്തിൽ തന്നെ ഞാൻ വേറൊരു ഉദ്യോഗസ്ഥൻ്റെ പേര് വായിച്ചിട്ടുണ്ട്. ഈ ക്രമസമാധാന പരിപാലനത്തിന് ചുമതല ഏൽപ്പിക്കുന്നുള്ളൂ. അത് ശരിയാണെന്ന് എനിക്കറിയില്ല. അതിൻ്റെ വ്യക്തത ഗവൺമെൻറ്റാണ് പറയേണ്ടത്. അപ്പോൾ ആ ഗവൺമെൻറ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് എന്ത് എന്നുള്ളത് നമുക്ക് ആലോചിക്കാം. ഈ അന്വേഷണം നടത്തുന്ന സംഘത്തിൽ ഉള്ള ഉദ്യോഗസ്ഥരൊക്കെ MR അജിത് കുമാർ റിപ്പോർട്ട് ചെയ്യേണ്ട ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ ഇന്ന് തന്നെ അൻവർ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് ഹെഡ് മാഷിനെതിരെയുള്ള ആരോപണം സ്കൂളിലെ അധ്യാപകനോ പ്യൂണോ ബെല്ലടിക്കുന്നവരോ അന്വേഷിക്കുന്നത് എങ്ങനെയാണ് ശരിയാവുക എന്ന് അദ്ദേഹം തന്നെ ചോദിച്ചു. ഇതിൽ സംശയം തോന്നേണ്ട കാര്യമില്ല. ഈ അന്വേഷണ സംഘത്തിൻ്റെ നേതാവ് DGP എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഇതുപോലുള്ള ആരോപണത്തിന് വിധേയനായിട്ടുള്ള ആളല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധിക്കുന്നത്. ആ പരിശോധനാ റിപ്പോർട്ട് വരെ ഇതിൻ്റെ എല്ലാ വശങ്ങളും ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ പരാതിയുടെയും കൂടി അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് പരിശോധിച്ച് വ്യക്തമായ നിലപാട് സ്വീകരിക്കുക ചെയ്യും. അല്ല, അതെന്താന്നുള്ള പരിശോധിക്കാം. ഞാനിപ്പം മുന്നണി കൺവീനറായിട്ട് 2-3 ദിവസമായിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് കൂടിയാലോചന നടത്തി വരുന്നുണ്ട്. അല്ല, ഇത് പ്രശ്നം മാത്രമല്ല, ഇതിനേക്കാളെല്ലാം വളരെ പ്രധാനപ്പെട്ടാണ് ജനങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ. ആ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതിനുള്ള നിരവധി നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണന. അത് വെച്ച് മുമ്പോട്ട് പോവുകയാണ് ഗവൺമെൻറ്. അപ്പോൾ അതെല്ലാം വരുന്ന സമയത്ത് ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും അർഹമായ പരിഗണന കൊടുത്ത് നിലപാടുകൾ ഗവൺമെൻറ് സ്വീകരിക്കും. ഒരു കുറ്റവാളിയെ രക്ഷിക്കുന്ന പ്രശ്നം സ്വീകരിക്കില്ല. കുറ്റം തെളിയണമല്ലോ. കുറ്റം തെളിയുമ്പോഴാണല്ലോ. കുറ്റം ആരോപിച്ചത് കൊണ്ട് മാത്രം കുറ്റവാളി എന്ന് പറയാൻ കഴിയില്ല. കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ കുറ്റവാളികൾക്ക് കർശനമായ നിലപാട് അവർക്കെതിരെ നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത്തരം ഒരു നിലപാട് നമ്മൾ സ്വീകരിക്കുക ചെയ്യും. ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. RSSന്റെ ജനറൽ സെക്രട്ടറിയെ MR അജിത് കുമാർ പോയി കണ്ടു. അതിനുശേഷമാണ് പൂരമായത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നൂതനായ ഒരു CPM RSS സെറ്റിൽമെന്റ് തെരഞ്ഞെടുപ്പ് ഉണ്ടായി. അങ്ങനെയാണ് തൃശ്ശൂർ ജയിച്ചത് BJP എന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. അത് അദ്ദേഹത്തിനോട് തന്നെ ചിന്തിക്കണം. അദ്ദേഹത്തിൻ്റെ ആരോപണത്തിനൊന്നും ഇപ്പം മറുപടി പറഞ്ഞ് പോകാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. കാരണം അത് തെരുവേണ്ട കൊടുക്കട്ടെ, അന്വേഷിക്കുന്നവരുടെ മുമ്പാകെ കൊടുക്കട്ടെ. അദ്ദേഹം എന്തെല്ലാം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. 2016 മുതൽ അധികാരത്തിൽ വന്ന പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ രാജിക്ക് വേണ്ടി എത്ര സന്ദർഭങ്ങൾ അവർ പറഞ്ഞു. മുൻ പ്രതിപക്ഷ നേതാവ് രാജിയുടെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഈ പ്രതിപക്ഷ നേതാവ് എത്ര തവണ രാജിയുടെ ആവശ്യം ഉന്നയിച്ച് അന്നേരമൊക്കെ രാജിവെക്കുക എന്നുള്ളൊരു നിലപാടാണോ എടുക്കേണ്ടത്? അങ്ങനെ ചെയ്യാൻ കഴിയുമോ? അപ്പോൾ എനിക്ക് ഒരുപാട് അനുഭവമുണ്ട്. ഞാനും ഗവൺമെന്റിൽ പങ്കാളിത്തമുണ്ടായിരുന്നല്ലോ ആ സമയത്ത്. ഈ ആക്ഷേപങ്ങൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ആശങ്കകൾ എന്നതിനപ്പുറത്തേക്ക് പാർട്ടിയിൽ ഒരു പ്രബല